തമിഴ് ചിത്രമായ പൊയ് എന്ന ചിത്രത്തിലൂടെയാണ് വിമല രാമൻ സിനിമാ രംഗത്ത് എത്തുന്നത്. അതിനുശേഷം നേരെ മലയാളത്തിലേക്ക് അരങ്ങേറി. സുരേഷ് ഗോപിയുടെ നായികയായി ടൈം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ലഭിച്ചു. അതിനുശേഷം പ്രണയകാലം, സൂര്യൻ, നസ്രാണി, റോമിയോ, കോളേജ് കുമാരൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ചെയ്തതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായിട്ടാണ്. ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ നായിക വിമല രാമൻ. വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിലൂടെ വീണ്ടും സംസാരിക്കുന്നു. സിനിമയും അതിലെ മാറ്റങ്ങളും വളർച്ചയുമെല്ലാം വിമല വിശദീകരിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്നത് ആത്യന്തികമായി പണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് പണം ലഭിക്കാതെ വരുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രധാനമായും ഇത്തരത്തിൽ ലോ റെമ്യൂണറേഷൻ കൊടുക്കുന്ന പതിവ് കൂടുതലാണ്. പ്രധാനമായും പുരുഷന്മാർക്ക് കൂടുതൽ തുകയും സ്ത്രീകൾക്ക് കുറവ് തുകയുമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മലയാളം ഇൻഡസ്ട്രിയുമായും മറ്റു ഭാഷാ ഇൻഡസ്ട്രികളെ താരതമ്യം ചെയ്യുമ്പോൾ ലോ റെമ്യൂണറേഷൻ ലഭിക്കുന്നത് മലയാളത്തിലാണ്. പക്ഷേ അത് ലോജിക്കലി തെറ്റല്ല. കാരണം ടോളിവുഡിലും കോളിവുഡിലുമെല്ലാം വലിയ ക്യാൻവാസിനുള്ള സിനിമകൾ വരുന്നുണ്ട്. അതനുസരിച്ചുള്ള ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. എന്നാൽ മലയാളം പൊതുവെ അത്രയും വലിയ രീതിയിൽ ചെയ്യാറില്ല. പക്ഷേ മലയാളം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കും. അതാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ ചെയ്ത സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തത നിറഞ്ഞതാണ്. കാമുകിയായും ഭാര്യയായും പ്രേതമായും ദേവിയായും വേലക്കാരിയായും പോലീസ് വേഷത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളതാണോ എന്ന് നോക്കാറുണ്ട്. പക്ഷേ കരിയറിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായ ആശയവിനിമയം നടത്താത്തതാണ്. അതായത് എല്ലാവരും കരുതുന്നത് ഞാൻ ഇപ്പോഴും ഓസ്ട്രേലിയയിൽ ആണെന്നാണ്. അതിനാൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ അനീതി നേരിട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കന്നഡ സിനിമ ചെയ്തു. പ്രധാന കഥാപാത്രത്തെ ഞാനായിരുന്നു അവതരിപ്പിച്ചത്. അതിൽ ഞാൻ വളരെ നന്നായി ചെയ്തു എന്ന് വലിയ രീതിയിൽ അഭിപ്രായം കേട്ടു. മാത്രമല്ല സിനിമ വൻ ഹിറ്റായി. അതിനുശേഷം അതിൻ്റെ തെലുഗു റീമേക്ക് എടുത്തിരുന്നു. തെലുങ്കിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചു. എന്നാൽ ആ കഥാപാത്രമായിരുന്നില്ല, മറ്റൊരു വേഷമായിരുന്നു എനിക്ക് തന്നത്. എന്നാൽ എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ കന്നഡയിൽ ചെയ്ത് ഹിറ്റാക്കിയ വേഷം എന്തുകൊണ്ട് തെലുങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു. തെലുങ്കിൽ ആ നടിക്കാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞു. അവർക്ക് ഭരതനാട്യം അറിയില്ല. ഈ കഥാപാത്രത്തിന് ഭരതനാട്യം കളിക്കാനുണ്ട്. പക്ഷേ അവർ ഇതൊന്നും കേട്ടില്ല. മറ്റൊരു വേഷം ചെയ്യാൻ എനിക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ നേരത്തെ പറഞ്ഞ നടി തന്നെ ചെയ്തു. എന്നാൽ എനിക്ക് തോന്നിയത് അവർ ഒട്ടും നന്നായി ചെയ്തിട്ടില്ല എന്നാണ്. ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ശരിയായ ആളുകൾ വേണം. അത്തരത്തിൽ തെറ്റായ ആളുകൾ വന്നാൽ തീർച്ചയായും കഥാപാത്രത്തോട് നീതി പുലർത്താൻ സാധിക്കില്ല. പ്രേക്ഷകരെ ഒരിക്കലും പറ്റിക്കാനാവില്ല.